വാട്സ്ആപ്പ് ഗൈസ് ആഷി എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇത് നോക്കണ്ട, ഞാൻ ജോലി നോക്കിക്കൊണ്ടുണ്ടായിരുന്നു. ജോലിയൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. പിന്നെ അഭിനയം അടിച്ചു കുടിച്ചു. അപ്പോൾ ഇന്ന് ജിമ്മിലേക്ക് പോകുന്ന ഒരു ഫുൾ വീഡിയോ ഇട്ടാലോ എന്ന് വിചാരിച്ചാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. ഇത് എപ്പോൾ ഇടാൻ പറ്റും അല്ല ഞാൻ ഇത് അപ്ലോഡ് ചെയ്യും ഒന്നും എനിക്കറിയില്ല. അപ്പോൾ ഇത് കുടിച്ച് തീർത്തു. പ്രീ വർക്കൗട്ടായിട്ടാണ് കുടിച്ചത്. ഏകദേശം ഒരു 20 മിനിറ്റത്തോളമായി കുടിച്ചിട്ട്. അപ്പോൾ ജിമ്മിലേക്ക് പോയാലോ? ഹൈസ് അങ്ങനെ റൂം കൂട്ടി ജിമ്മിലേക്ക് നടക്കാതെ ഏകദേശം ഇവിടുന്ന് ഒരു 800 മീറ്റർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും ജിമ്മിൻ്റെ അടുത്ത്. പക്ഷേ പുറത്തുകൂടി നടക്കണ്ടല്ലോ, ഉള്ളിലെവിടെയാണ് ഞാൻ കാണിച്ചു തരാം. ഇവിടുന്ന് അവിടെ വരെ എത്തണം. അവിടെ നിന്ന് വേറെ ലിഫ്റ്റ് പിടിച്ചാൽ കയറണ്ടേ. റൂഫിലാണ് ജിമ്മ് കയറുന്നത്. അപ്പോൾ നമുക്ക് റൂഫാക്കാം. ജിമ്മിലെത്തി ഇവിടെ കാർഡ് ആക്സസ് ചെയ്യണം. കാർഡ് ആക്സസ് ചെയ്തു. ഇതാണ് ജിമ്മ്. ഫസ്റ്റ് നമ്മൾ കാർഡ് ചെയ്യണം. ഏകദേശം 3 മിനിറ്റ് അങ്ങനെ നമുക്ക് കാർഡ് ചെയ്യണം. ഫസ്റ്റ് ഞാൻ സാധാരണ എങ്ങനെയാണ് ചെയ്യല്, വാമപ്പ് ചെയ്യുന്നതിന് മുമ്പ് എന്തായാലും ഒരു 3 മിനിറ്റ്സ് ഞാൻ കാർഡ് ചെയ്യും. ബ്ലഡ് ഫ്ലോ നടക്കട്ടെ. ബ്ലഡ് ഫ്ലോ കളി അപ്പോൾ കുറച്ച് വാമപ്പ് ചെയ്യും. വാമപ്പ് മാക്സിമം സ്ട്രെച്ചൊക്കെ നടത്താറ്. ലെഗിനും വാമപ്പ് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് വീട്ടിൻ്റെ സ്ക്വാട്ട് അടിക്കാം. സ്ക്വാട്ട് വേണ്ട കേസ് നമുക്ക് ലെഗ് കേൾസ് ചെയ്യാം. സ്ക്വാട്ട് എടുത്താൻ അടിക്കുന്നുണ്ട്. സോ നമുക്കത് കിട്ടില്ല. കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും എന്തായാലും. അപ്പോൾ ലെഗ് കേൾസ് ചെയ്യാം. ഒരു മിനിറ്റ്. അപ്പം ഏകദേശം ഇട്ടത് ഫ്രീ വെയിറ്റിലാണ്. നമ്മളെപ്പോഴും വെയിറ്റ് കുറച്ചിട്ട് അത് കൂട്ടിക്കൊണ്ട് പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കുറച്ചിട്ട് കൂട്ടിക്കൊണ്ട് വരണം. ഡ്രോപ്പ് എന്ന് പറയാൻ പറ്റില്ല, ഇത് കയറ്റുന്നതല്ലേ. ഫസ്റ്റ് വാമപ്പ് ലെഗിന് പോലെ തന്നെ ഞാൻ കേൾസ് ചെയ്യുമ്പോൾ അധികം ഇങ്ങനെ ചെയ്യില്ലേ. നോർമൽ വെയിറ്റിൽ ഒരു 10 വെയിറ്റ് ഇട്ടിട്ട് ശേഷം മെല്ലെ ഇങ്ങനെ കൂട്ടിക്കൊണ്ട് വരും. ഫസ്റ്റത്തെ സെറ്റ്. രണ്ടാമത്തെ സെറ്റ് ആകുമ്പോൾ ഞാനത് നേരെ ഓപ്പോസിറ്റ് ചെയ്യും. നമ്മൾ എത്ര വെയിറ്റിലാണോ നിർത്തി കഴിഞ്ഞാൽ ആ വെയിറ്റ് ഒന്ന് കുറച്ചുകൊണ്ട് വരും. ഡ്രോപ്പ് അടിക്കും. ഇപ്പോൾ നമുക്ക് ഏകദേശം 3 ഇടാം. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെയിൻ വരുന്നുണ്ട്. എന്താ അറിയില്ല, പെയിൻ വരാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏകദേശം 2 ആഴ്ചത്തോളം ആയി ജിമ്മിന് വരാത്ത. സത്യം പറയും, ബി കൺസിസ്റ്റൻറ്റ് ഗൈസ്. ആക്സസ് ഉണ്ടെങ്കിൽ എന്തായാലും ചെയ്യണം. എനിക്ക് ആക്സസ് ഇല്ലാത്തതുകൊണ്ടാണ് എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റാതെ. പിന്നീട് ജിമ്മിൽ പുറത്ത് പോയിട്ട് ഡേ പാസ് ഞാൻ ചോദിച്ചായിരുന്നു ഗൈസ്. ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. അതാണ് ഞാൻ ഇങ്ങനെ വിട്ടത്. ഹോം വർക്കൗട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. എന്നാലും ഇപ്പോൾ ജിമ്മുണ്ട്, സോ ചെയ്യണം. ഞാൻ ഇടുന്ന തന്നെ നിങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞാൽ അങ്ങോട്ടേക്ക് പോകാം. കാരണം എനിക്ക് മൈക്കില്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് എന്തൊരു ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നും. അപ്പോൾ ഞാനിപ്പോൾ വെയിറ്റ് കയറ്റി അടിച്ചു. ഇനി ഞാൻ ഡ്രോപ്പാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 8 മാക്സിമം 8 ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി നോക്കാം. പിന്നെ ഡ്രോപ്പ് അടിക്കാം.
നോക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. നല്ല രീതിയിൽ തന്നെ ഒരു പെയിൻ ഉണ്ട്. എത്തുന്നു ഭയങ്കര വേന, നല്ലോണം വേന എടുക്കുന്നുണ്ട് കാല്. 3 ആഴ്ച ചെയ്യാത്തതിൻ്റെ ഇതറിയുന്നുണ്ട്. നമ്മൊരു ഏകദേശം നല്ലൊരു വെയിറ്റിൽ നല്ല PR ഒക്കെ എടുത്ത് നല്ല സെറ്റായി നാളെ അതേ വീട്ടിലെടുക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം വേറെ തന്നെയല്ലേ. അതേപോലെ തന്നെ സ്കിപ്പ് ചെയ്ത സമയത്ത് നമ്മിങ്ങനെ എടുത്തുകൊണ്ട് പിന്നെ ഒരു ദിവസം സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് ആ വെയിറ്റ് പോകാതിരിക്കുമ്പോൾ അത് ബ്രേക്കപ്പിനെക്കാട്ടിയും ഭയങ്കര സങ്കടമാണ് അപ്പോൾ ഉണ്ടാക്കി തീർന്നത്. നമുക്ക് സ്പ്ലിറ്റ് സ്കോട്ട് അടിക്കാം, പക്ഷേ അതിന് മെഷീനില്ല. സ്കോട്ട് അടിക്കേണ്ട മെഷീൻ അവിടെ ഉണ്ട്, പക്ഷേ അത് തന്നെ അവിടെ നിൽക്കുന്നുണ്ട, ആൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റെസ്റ്റ് എടുക്കുന്നതാണ്. അപ്പോൾ ആരെ സെറ്റ് എന്തായാലും കഴിയട്ടെ, അപ്പോൾ അതിന് ശേഷമാണ് നമുക്ക് കളിക്കാം. അപ്പോൾ മീൻ വയൽ നമുക്ക് സ്പ്ലിറ്റ് സ്കോട്ട് അടിക്കാം. അപ്പോൾ അതിന് സ്കോട്ട് അടിക്കാം. നല്ല രീതിയിൽ തന്നെ കതുപ്പ് വരുന്നുണ്ട് ഗൈസ്. ഓക്കെ, നമുക്ക് ലോഡപ്പ് ഒരു മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് വെയിറ്റ് ലോഡ് ചെയ്യാം. ഭയങ്കരത്തിലെ പെയിൻ വരുന്നുണ്ട്, നല്ല രീതിയിലുള്ള കഥപ്പാണ് അധികം സഹിക്കാൻ വേണ്ടി പറ്റാത്ത. ഇങ്ങനെ കഥക്കൊന്നും ഉണ്ടായിരുന്നില്ല മുന്നേ, ഗ്യാപ്പ് എടുത്തോണ്ടാണ് അറിയാം. അപ്പോൾ ഓക്കെ ഗൈസ്, 3rd സെറ്റ് ചെയ്യാം. അപ്പോൾ 3rd സെറ്റോടെ സ്ക്വാട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇവിടെ അധികം വെയിറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് അയച്ചിട്ട് നമുക്ക് ഇതിൽ ലോഡ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അത് അയച്ചിട്ട് വരണം. ഇപ്പോൾ നമ്മൾ 1 സൈഡ് 30 ഇട്ടിട്ടുണ്ട് ഗൈസ്. ഏകദേശം കുറേ നാളായി ലെഗിന് കളിച്ചിട്ട്, അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് വെയിറ്റ് ഇട്ട് വർക്കൗട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ലെഗ് പ്രസ് ചെയ്യാം. ലോക്കാണ്. ഇനി 2 സെറ്റോടുകൂടി ലെഗ് പ്രസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ക്യാപ്പ് ഇടാതിരിക്കുക വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത്. ഞാൻ ഇടുന്നത് എന്താ വെച്ചാൽ മുടിയും തടിയൊക്കെ നല്ലോണം വളർന്നിട്ടുള്ള, മുടി എത്രത്തോളം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് അറിയാമല്ലോ. ഫുള്ളായിട്ട് പോയിട്ടുണ്ട് മുടി ഒക്കെ നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും നമ്മളെ പ്രൊഫഷണൽ ലൈഫിനും ഫ്യൂച്ചറിനും വേണ്ടിയിട്ടൊക്കെ. മുടിയില്ലല്ലോ കാര്യം, കോൺഫിഡൻസിലല്ലേ. ദിസ് ഈസ് മൈ കോൺഫിഡൻസ്. 1 മിനിറ്റായി റെസ്റ്റ്. അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം.
നെക്സ്റ്റ് ഒരു 20 കിലോ കൂടി ലോഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഗൈസ്. കാരണം എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പോകുന്നതെന്ന് തോന്നി. അപ്പോൾ പോകുമായിരിക്കും. പിന്നെയെന്ന് പറയുമ്പോൾ കാലിന് നല്ല പെയിൻ വരുന്നുണ്ട്. അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അത് തന്നെ. പിന്നെ കാലിസ്തനിക്സ് ചെയ്യണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഗൈസ്. ഞാൻ പ്രൊനൗൺസ് ചെയ്യുന്ന പോലെ ശരിയാകാറില്ല, പക്ഷെ അത് ചെയ്യണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം. അതുകൊണ്ട് തന്നെ അത് ചെയ്യുന്നതായിരിക്കും പെട്ടെന്ന് തന്നെ. നമ്മൾ ലെഗിന് ചെയ്യുന്ന സമയത്ത് എനിക്ക് മുമ്പേ ലെഗ് ഞാനിങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കും. ഭയങ്കര ഫാസ്റ്റായിട്ട് പ്രസ് ചെയ്യും. പിന്നെ എനിക്ക് വീക്കെൻഡ് ആകുമ്പോൾ ഇങ്ങനെ പെയിനൊന്നും വരലില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഫാസ്റ്റായിട്ട് ചെയ്യല്. അതിന് ഓവർ കോൺഫിഡൻസ് ആയിട്ട് ഞാൻ കരുതിയാണെങ്കിലും മെല്ലെ കളിക്കുന്നവർക്കൊക്കെ, അതായത് മെല്ലെ കോൺസെൻട്രേറ്റ് കളിക്കുന്ന ഒപ്പരുണ്ടായ ആൾക്ക് തന്നെ നല്ല രീതിയിൽ തന്നെ ലെഗ് കട്ടിങ് ഒക്കെ വന്നായിരുന്നു. ആ സമയത്ത് എനിക്ക് വന്നിട്ടില്ല. ശേഷം ഞാൻ മാസ്റ്ററോട് ചോദിച്ചു എന്തായി സംഭവം. അപ്പോൾ മാസ്റ്റർ പറഞ്ഞ കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്ക് ആ മസിലിനത് കൊള്ളുന്നു പറഞ്ഞിട്ട് എത്ര റെപ്പ് അടിക്കാൻ വേണ്ടി പറ്റും അത്ര അടിക്കുക. അതായത് 8 റെപ്പാണെങ്കിൽ 8 റെപ്പ് കോൺസെൻട്രേറ്റ് ചെയ്ത് മാക്സിമം അടിക്കാൻ വേണ്ടി നോക്കാം. അപ്പോൾ കട്ടിങ് കാണും ഗൈസ്. റിയാലിറ്റി എക്സ്പീരിയൻസ് മാറ്റേഴ്സ്. അപ്പോൾ ലാസ്റ്റ് സെറ്റോട് കൂടി ലെഗ് പ്രസ് തീർക്കാം. ഇപ്പോൾ 55 ആയിട്ടുണ്ട് കേട്ടോ. 55. കുറച്ചുകൂടി ക്ലോസ് എടുക്കാം. അപ്പോൾ ലെഗുകൾ കഴിഞ്ഞു, ലെഗ് പ്രസ് കഴിഞ്ഞു ഗൈസ്. അപ്പോൾ കാഫിനും കൂടി കളിച്ച് ലെഗ് ഫിനിഷ് ചെയ്യാം. അപ്പോൾ ഇതിലാണ് ഞാൻ ഇപ്പോൾ കാഫിന് കളിക്കുന്നത്. ഓക്കെ, ലെഗ് അങ്ങനെ ഫസ്റ്റ് സെറ്റ് കാഫിന് കഴിഞ്ഞ്. എന്താ അറിയില്ല, കാഫിന് കളിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം, ഭയങ്കര ഇഷ്ടം. ആ പെയിനില്ല, ആ പെയിൻ്റെ സുഖം വേറെ തന്നെ. എന്തല്ല ഞാനിങ്ങനെ സൈക്കോനെ പോലെ സംസാരിക്കുന്നത്, പക്ഷെ അങ്ങനെയല്ല, ഇതാ റിയാലിറ്റി. അപ്പോൾ ഓക്കെ, കാഫിന് കുറച്ച് റെസ്റ്റ് കൊടുത്തിട്ട് റിക്കവർ ചെയ്തതിന് ശേഷം ആദ്യം കാഫിന് കളിക്കാം. രണ്ടാമത്തെ സെറ്റ് ചെയ്യാം. ഇത്തവണ വെയിറ്റ് കുറച്ച് കൂട്ടാം. അപ്പോൾ ഷോൾഡർ കളിക്കാം. അപ്പോൾ ഗൈസ് ഷോൾഡറിന് നമുക്ക് ഫസ്റ്റ് തന്നെ ഷോൾഡർ പ്രസ് അടിക്കാം. സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ വി പോലെ വെക്കാം കേട്ടോ. 1 2 3 4 5 6 7 12. I changed my mind. 15 എടുക്കാൻ വേണ്ടി പറ്റില്ല. For third set.
ഓ അടുത്ത ലാറ്ററൽ റൈസ് ചെയ്യാം. പെയിൻ ഉണ്ടാവും. ദർ ഈസ് നോ പെയിൻ, ദർ ഈസ് നോ ഗെയിൻ എന്നല്ലേ ലാറ്ററൽ റൈസ്. പക്ഷെ മാക്സിമം നമ്മൾ ഇപ്പോൾ മേളിൽ കൊണ്ടുപോയിട്ട് അവിടെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി നോക്കാം, എന്നിട്ട് മെല്ലെ ഇറക്കാൻ വേണ്ടി നോക്കാം. എനിക്കിപ്പോൾ അത് പറ്റുമോ അറിയില്ല, പക്ഷെ ഐ ട്രൈ. ഏതായാലും 5 എടുക്കാം. അങ്ങനെ കുറച്ച് വെള്ളം കുടിച്ചു. സോ വി ആർ മൂവിങ് ടു a second set. To third set. നെക്സ്റ്റ് നമുക്ക് ഫേസ് പുൾ ചെയ്യാം. അപ്പോൾ നമുക്ക് ഡ്രോപ്പാണ് ഇരിക്കേണ്ടത്. ഇപ്പോൾ വെയിറ്റ് കൊടുക്കാം. കൊള്ളുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ. ട്രൈസെപ്സ് ഒക്കെ അത്യാവശ്യം കാണുന്നുണ്ട്, പക്ഷേ ഫേസിലൊക്കെ നല്ല രീതിയിൽ ഫാറ്റ് കൂടിയിട്ടുണ്ട്. എല്ലാം ശരിയാക്കാം. സോ സെക്കൻഡ് സെറ്റ്. അപ്പോൾ ടു ദി തേർഡ് സെറ്റ്. ബാറിലും കൂടി കളിച്ചിട്ട് നമ്മൾ ഷോൾഡറിൻ്റെ വർക്കൗട്ട് കംപ്ലീറ്റ് ചെയ്യലായി. ശേഷം ആപ്സ്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു കമ്പനി കിട്ടിയിട്ടുണ്ട്, ആരെന്നറിയില്ല. അപ്പോൾ ലോഡ് ചെയ്തിട്ട് സെക്കൻഡ് സെറ്റ് ചെയ്യാം. കേജിയുടെ വെയിറ്റ് നമുക്ക് കൂടിയിട്ട് ഇപ്പോൾ 5 ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ സെക്കൻഡ് സെറ്റ്. വേദന. ഇപ്പോൾ 2 സെറ്റ് കഴിഞ്ഞിട്ടുണ്ട്.
വെയിറ്റൊക്കെ ഇപ്പോൾ വെയിറ്റ് ഉള്ള പോലെ തോന്നുന്നത് ഗൈസ്. ഇതുവരെ അങ്ങനെ ആയിരുന്നില്ല. ഇപ്പോൾ 15 കിലോ പോലെ തന്നെ തോന്നുന്നുണ്ട്. മാറ്റി നോക്കാം. അപ്പോൾ ഗൈസ് 7 days ആപ്സ് ചാലഞ്ച് കഴിഞ്ഞ ശേഷം എനിക്ക് കോറിനൊക്കെ ഭയങ്കര സ്ട്രെങ്ത് പോലെയൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷേ എന്താ ചെയ്യുക, ചില രീതിയിലുള്ള പെയിൻസ് ഒക്കെ വരുന്നുണ്ട് ഗൈസ്. ഈ ലൈൻസൊക്കെ മുന്നേ ഉണ്ടായിരുന്നില്ല. ഒക്കെ ആപ്സിനിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്കൗട്ട് ചെയ്ത്, അതായത് റിക്കവർ ചെയ്യാൻ വേണ്ടി സമയം കൊടുക്കാണ്ട് വർക്കൗട്ട് ചെയ്ത് വേണ്ടിയുള്ള ശിക്ഷയാണെന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലൈൻസ് ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ മൂവിങ് ടു ദ ആപ്സ് വർക്കൗട്ട്. ഫസ്റ്റ് ഫുള്ള് ചെയ്യാം. ഇതിൻ്റെ പകുതി ഇത്ര മതി. താഴെ മാത്രം അത്ര ഇനി 3 ഹോൾഡ് ചെയ്യാം. ഓക്കെ, ഒരു 20 സെക്കൻഡ്സ് റെസ്റ്റ് കൊടുക്കുക. ഞാൻ അടുത്ത വർക്കൗട്ടും കൂടി ആപ്സിന് ചെയ്യാം. ഒരു കൂടി. ഒരു വർക്കൗട്ടും കൂടി ആപ്സിന് ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ വർക്കൗട്ട് കംപ്ലീറ്റ് ചെയ്യാം. കുറച്ച് റെസ്റ്റ് എടുക്കാം. ആപ്സിൻ്റെ വർക്കൗട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് തന്നെ പറ്റുമോ അറിയില്ല, ഒന്ന് കാലിസ്തനിക്സിൻ്റെ പരിപാടി നോക്കിയാലോ. അതിനായിട്ട് 2 ഡംബൽ എടുത്ത് നോക്കുക. അപ്പോൾ ഗൈസ് അതോടുകൂടി ജിമ്മ് നിർത്തി റൂമിലേക്ക് പോവാം. അപ്പോൾ ഗൈസ് നമ്മൾ റൂമിലെത്തി. ഇപ്പോൾ പ്രോട്ടീൻ ഉണ്ടാക്കണം. അപ്പോൾ ഗൈസ് നെക്സ്റ്റ് നമുക്ക് പ്രോട്ടീൻ ഉണ്ടാക്കാം. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഗോൾഡ് സ്റ്റാൻഡേർഡിൻ്റെ വേയാണ്. ഒരു ടേസ്റ്റ് അൺഫ്ലേവേർഡ് ആണെന്ന് തോന്നുന്നത്. പ്രോട്ടീൻ കുറച്ചിടാം. 1 സ്കൂപ്പ് വെള്ളം അതും കൂട്ടി എടുക്കാം. ഇവിടെ ഈ മിക്സർ ഓക്കെ നമുക്ക് ബ്ലെൻഡ് ചെയ്യാം. ശേഷം മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത നമുക്ക് വേ പ്രോട്ടീൻ യൂസ് ചെയ്തിട്ട് നമുക്കൊരു ചെറിയൊരു കേക്ക് ഉണ്ടാക്കി നോക്കാം. ഓക്കെ, നമ്മളിപ്പോൾ DJ ഓസ്മോയിൽ റെക്കോർഡ് ചെയ്ത് അത് ഓട്ടോമാറ്റിക് ട്രാക്ക് ചെയ്യുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഫസ്റ്റ് തന്നെ ഫ്ലവർ വേണം. അപ്പോൾ നമ്മൾ ഓട്സ് വെച്ചിട്ടായിരുന്നു ഇന്ന് ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഓട്സ് എടുക്കാം.
ഓക്കെ, ഇത്രയും മതിയാവും തോന്നുന്നു. എന്നിട്ട് അതിവിടെ കൊണ്ടുവെക്കാം. ആള് നല്ല രീതിയിൽ പണിയെടുക്കുന്നുണ്ട് കേട്ടാ. ആളെ ഞാൻ പിന്നീട് കാണിച്ചു തരാം. ആളവിടെ ഉണ്ടായിരുന്നു സൈഡ്. അപ്പോൾ പേസ്റ്റ് വെച്ചിടാം. ശേഷം പാൽ ഒഴിക്കാം. ഒരു പ്ലേറ്റ് എടുക്കാം. പ്ലേറ്റ് എടുത്തിട്ട് അതിൽ കുറച്ച് നെയ്യ് എടുക്കാം. ശേഷം ഇത് മൈക്രോവേവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതാ ബട്ടർ നമ്മളിങ്ങനെ ഗ്രീസ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് ഇങ്ങനെ പോർ ചെയ്യാം. ആഹാ, എന്താ സാധനം. ഏകദേശം 4 minutes മറ്റോ വേണ്ടി വരും. അപ്പോൾ 4 മിനിറ്റേക്ക് സമയം സെറ്റാക്കാം. ഇത് പൊട്ടിത്തെറിക്കാൻ അറിയില്ല. ഫസ്റ്റ് ടൈം. സാധനം നോക്ക്. വിട്ടു കൊടുക്കുന്നതായിരിക്കില്ല. നമുക്കിതൊന്ന് ഒരിക്കലും കൂടി ബേക്ക് ചെയ്തെടുക്കാം. കുറച്ച് ഇങ്ങനെ ഷേപ്പാക്കി വെച്ചതിന് ശേഷം ഒരിക്കലും കൂടി ബേക്ക് ചെയ്യാം. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നതാണ്. ഒരു ടേസ്റ്റുമില്ല. ഓ ഗേസ്,